നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ നീക്കം. കേസിലെ FIRും റിമാൻഡ് റിപ്പോർട്ടും DGക്ക് കൈമാറി. അതേസമയം കേസിൽ മറ്റൊരു CISF ഉദ്യോഗസ്ഥനെ കൂടി പോലീസ് ചോദ്യം ചെയ്യും. ഐവിൻ ജിജോയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ വകുപ്പുതല നടപടികളിലേക്ക് കടക്കുകയാണ്. ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പിരിച്ചുവിടുന്നതടക്കം പരിഗണനയിലുണ്ട്. കേസിലെ FIRും റിമാൻഡ് റിപ്പോർട്ടും പരിശോധിച്ചതിന് ശേഷമാകും നടപടി. CISF DGക്ക് റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കൈമാറിയിട്ടുണ്ട്. ഐവിൻ ജിജോയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഉദ്യോഗസ്ഥർ കാർ ഇടിപ്പിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കാറിന്റെ ബോണറ്റിൽ നിന്നും താഴെ വീണ ഐവിന്റെ ദേഹത്തുകൂടെ കാർ കയറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം കേസിൽ കൂടുതൽ CISF ഉദ്യോഗസ്ഥരെ കൂടി പോലീസ് ചോദ്യം ചെയ്യും. സംഭവശേഷം രണ്ടാം പ്രതിയായ മോഹൻകുമാറിനെ ഡ്യൂട്ടിയിൽ കയറാൻ സഹായിച്ച ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടന്ന പരിപാടിക്ക് ശേഷം മടങ്ങുമ്പോഴാണ് ഉദ്യോഗസ്ഥർ യുവാവുമായി തർക്കമുണ്ടായത്. തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥന് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനം, കൊച്ചി.